ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐസ്വാൾ എന്ന് പറഞ്ഞ ടൗണിലാണ്. അതായത് നമ്മളെ സ്വന്തം മിസോറാമിലെ ക്യാപിറ്റൽ സിറ്റി ഐസ്വാളിലാണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രി നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് വീഡിയോൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇത്. ഫുള്ള് മലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ബിൽഡിംഗ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചൊരു കിടിലം വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഐസ്വാളിന് നേരെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതായത് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലെ കൂടിയൊക്കെ നമ്മൾ പോവാം. മാക്സിമം വില്ലേജിൽ കൂടി തന്നെ പോകാനുള്ള പരിശ്രമിക്കാം. കാരണം നമ്മളെ ബൈക്കിന് പണി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ മേഘാലയൻ കാഴ്ചകളിൽ വിട്ടുപോയ ഒരു കാഴ്ച കേട്ടോ ഇത്. നമ്മളെ മോസറാം വില്ലേജിൽ നിന്ന് കുറേ മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ് പിള്ളേർ സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു ചെക്കന്മാരുടെ വിളിച്ച് കൊണ്ടുവരാം കേട്ടോ. ഒരു കാറ് സെറ്റപ്പിൻ്റെ അകത്ത് അവർ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തിട്ട് ചെറുപ്പത്തിൽ തന്നെ കാറിലൊക്കെ പോയി തുടങ്ങി. നല്ലൊരു കാഴ്ച കേട്ടോ. അവിടെ വില്ലേജിൽ കുറേ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോയതാണ് നമ്മുടെ മേഘാലയൻ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ മിസോറാം കാഴ്ചകളിലേക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കെ വിറകൊക്കെ കൊണ്ട് പിള്ളേർ വണ്ടി ഓടിച്ച് പോവുകയാണ്. ബ്രേക്കും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. തള്ളിക്കൊടുക്കാൻ ആളുണ്ട്, അതുപോലെ ഓടിച്ചു പോകാൻ ഒരാളുണ്ട്. നല്ലൊരു രസമില്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മളെ മിസോറാമിത്തെ ഐസ്വാൾ എന്ന ക്യാപിറ്റൽ സിറ്റിയുടെ നൈറ്റ് വ്യൂ കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണിത്. അപ്പം തന്നെ ഞാൻ ഫോൺ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തു. ഫുള്ള് ഇങ്ങനെ മറ്റേ മിന്നാമിനിങ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. കുറേ പറഞ്ഞിട്ട് ഫുള്ള് അവിടെ ഇങ്ങനെ അടുപ്പിച്ച് മറ്റേ കുത്തനുള്ള മലയായതുകൊണ്ട് തന്നെ ഫുള്ള് ബിൽഡിങ് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള ലൈറ്റാണിത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ദൂരത്തുനിന്നേ ഇത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഒരു 10 കിലോമീറ്ററിനെ ഇത് കണ്ടാണ് പോകുന്നത്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഐസ്വാളിൽ വരുമ്പോൾ നൈറ്റ് വ്യൂ ഇത് എന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. നൈറ്റ് വരുന്നവർ എന്തായാലും ഇത് കാണേണ്ട കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മിസോറാമിൽ മസ്റ്റായിട്ട് കാണേണ്ടതാണ് ഐസ്വാളിന്റെ നൈറ്റ് വ്യൂ. നല്ല രസമാണ്. ഞങ്ങൾ ബൈക്ക് ഓടിച്ച് നമ്മളെ ബൈക്ക് റെഡിയാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ക്യാപ്ചർ ചെയ്താട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ. അങ്ങനെ അടുത്ത ദിവസം കേട്ടോ ഞങ്ങൾ ടെൻ്റ് അടിച്ച സ്ഥലമാണിത്. നോക്കിയേ, നല്ല ഗോൾഡൻ കളറില്ലേ. രാവിലെ തന്നെ ആയിട്ടേ ഉള്ളൂ. സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയേ, മിസോറാമിലെ മലകളുടെ ഇടയിലൂടെ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. ഇത് ഐസ്വാൾ സിറ്റി കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാപിറ്റലാണ് ഇതിൻ്റെ. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ബുള്ളറ്റ് ഷോറൂമിലൊന്ന് ചെന്നിട്ട് ജസ്റ്റ് നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടരുന്നതാണ്. ഇവിടെ ഐസ്വാളിൽ രാവിലെ തന്നെ 7:45 ഉള്ളൂ. അപ്പോൾ തന്നെ കോട നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇത്രയും കോടയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല കോട വന്ന് സിറ്റി മൊത്തം കോടയിലായിട്ടുണ്ട്. ബസ്സൊക്കെ നോക്കിയത് നല്ല കോടയാട്ടോ. ഫുള്ള് കോടയാണ്. എല്ലാ സ്ഥലത്തും കോടയാണോ. ഞങ്ങൾ രാവിലെ തന്നെ ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ സെറ്ററിലേക്ക് മാറി. ഫുള്ള് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാട്ടോ. സീന് കൈയൊക്കെ വിറക്കുന്നുണ്ട്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഫുള്ള് ഇഷ്ടംപോലെ ആൾക്കാർ. രാവിലെ തന്നെ 5 മണിക്ക് തന്നെ ഇവിടെ എല്ലാ സാധനവും ഓപ്പണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എണീച്ചപ്പോൾ തന്നെ 5:30-5:45 ആയി. എൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയത്. കണ്ടോ, ഒരാളെ പോലെ കാണണമെങ്കിൽ അങ്ങനെയുള്ള ആളെ കാണണമെങ്കിൽ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ ഐസ്വാളിൽ നിന്ന് നമ്മളെ വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് ഐസ്വാൾ ടൗണിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു റോഡാണെങ്കിലും 2 വശങ്ങളിലായിട്ട് ഫുള്ള് ബിൽഡിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതാണ് ഐസ്വാളിൻ്റെ പ്രത്യേകത. ഐസ്വാൾ എന്ന് പറഞ്ഞ സിറ്റിയുടെ പ്രത്യേകത. നല്ല രസമാണ്. ഒരു വാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു ഇടം കേട്ടോ. 2 ഭാഗത്തും ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം നമ്മളെ ഐസ്വാളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ട ഒരു അന്തരീക്ഷം അല്ലായിരുന്നു. പിന്നെ ഫുള്ള് കോടയൊക്കെ പോയി കുറച്ച് വെയിലൊക്കെ വന്നു. എന്നാലും തണുപ്പുണ്ട്. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്വാളിൻ്റെ ചെറിയ ഹൈവേ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലായിട്ട് ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഐസ്വാളിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ഫുള്ള് ഇവിടെ പാർക്കിംഗ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ റോഡാണെങ്കിലും അതിൻ്റെ വീതി വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ ഇന്നലെ നിന്ന് പെട്രോൾ പമ്പിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തത്. രാത്രി ചെന്നപ്പോൾ അവർ സഹായിച്ചതാട്ടോ. നമ്മളെ ഐസ്വാൾ കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ഫുള്ളിങ്ങനെ കാട് പോലത്തെ ഒരു ഏരിയയിലെത്തി. ഫുള്ള് മലകളും കയറി പൊക്കോണ്ടിരിക്കുന്ന ഒരു ഭാഗത്തെത്തി. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. ഒരാളും മനുഷ്യനും ഇല്ല. അപ്പോൾ നമുക്ക് അതുവഴി കൂടി തന്നെ പോവാം.
ഇവിടെ നോക്കിക്കാൻ നമ്മളെ സണ്ണിന്റെ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് മലനിരകളും അതിന്റെ ഇടയ്ക്ക് കോടയൊക്കെ വന്നിട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുള്ള വീടുകളാട്ടോ ഇവിടുത്തെ ഗ്രാമങ്ങൾ. നമ്മളങ്ങനെ പുതിയതാണ് പരിചയപ്പെട്ടാട്ടോ, വരുന്നവർക്ക് പരിചയപ്പെട്ടാണ്. മൂപ്പരെ വില്ലേജാണിത്. അപ്പോൾ വില്ലേജിൽ തന്നെ നമ്മൾ പോവാണ്. നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സംസാരിച്ചിങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പോൾ നമ്മളിത് പുള്ളിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ പുള്ളിയുടെ ഗ്രാമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിയുടെ വേഗം തന്നെ ഫോളോ ചെയ്താണ് പോകുന്നത്. ഇപ്പം നമ്മൾ മെയിൻ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുള്ളിയുടെ ഗ്രാമത്തിലേക്ക് വേറൊരു റോഡാണ്. ചെറിയൊരു പാതയും പക്ഷെ നല്ല റോഡായിട്ടോ, ഒരു കുണ്ടും കുയ്യൊന്നുമില്ല. ഫുള്ള് കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. ഞങ്ങൾ ശരിക്ക് അപ്രീഷിയേറ്റ് ആയിട്ട് മീറ്റ് ചെയ്ത ഒരാളാട്ടോ. നമ്മളിവിടെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിയുടെ വില്ലേജ് കാണാൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്നുള്ള രീതിൻ്റെ അതാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ വീട്ടിലല്ല നമ്മളെ പുള്ളിയുടെ വില്ലേജും വീട്ടിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പുള്ളി വിളിച്ചോണ്ട് പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ പോയി കാണും. കാരണം നമ്മളെ ഉള്ളിലോട്ടുള്ള ഏരിയ ആയിരിക്കും ഇവരെ വില്ലേജൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് പോവാം. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് പോവാം കേട്ടോ. This is your village, like? This is your okay. village. And behind this mountain, there was a Muifang village. Okay. 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 You can join this main road. Okay. അപ്പോൾ നമുക്ക് ആ വില്ലേജിലേക്കൊന്ന് കവർ ചെയ്യാം. വില്ലേജിലെത്തുന്നതിന് മുമ്പ് കണ്ട കാഴ്ചയാണ് പിള്ളേരൊക്കെ വൈകുന്നേരത്തായാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഫുട്ബോൾ കളിക്കുന്നൊരു കാഴ്ച. നല്ല രസമുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇതേപോലെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കുന്നൊക്കെ കാണാൻ പറ്റും. അത് നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ മൂപ്പരെ ഫോളോ ചെയ്തിട്ട് എത്താറായിട്ടുണ്ട് വില്ലേജിൽ. നമ്മളപ്പോൾ തറയുടെ വില്ലേജിലാണ്. ഇറ്റ്സ് വെരി ഗുഡ് YouTube channel. വാട്ട് ഇസ് ദിസ് വില്ലേജ് നെയിം? Maobuang. Yes. കമ്മിങ് ബൈ ലോട്ട് ഓഫ് സീനിങ് Maobuang സ്പോട്ട്. അപ്പോൾ നമ്മൾ Maobuang എന്ന് പറഞ്ഞ വില്ലേജിലാണ്. വേറെ വലിയ ചർച്ച ഇത്. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു മലയാളി ഇവിടെ ഉണ്ടാവും. എനി കേരള ഫാദർ ഇൻ ഹിയർ? Yes. Huh? Kerala father. Accent. I think in northeast lot of Kerala's fathers in working churches. Yes. നമ്മളപ്പോൾ മലയുടെ പക്ഷേ വൈകുന്നേരമായി കേട്ടോ. സൂര്യനൊക്കെ ഇതൊക്കെ കളറിങ്ങനെ അടിച്ചു കിടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഈ വില്ലേജിലേക്ക് കയറുന്നുണ്ട്. വാണ്ടറിങ് നോമാഡ്. യാ, ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് ഡ്രാഗൺ ഫ്രൂട്ട്. Yes. ഇതാട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. അതല്ലേ? അപ്പോൾ നമുക്ക് മുകളിലോട്ടേക്ക് കയറി നോക്കാം. മുകളിൽ നല്ല അടിപൊളി സ്ഥലമാണ് ടെൻ്റ് അടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കാം. നല്ല അടിപൊളി സ്കൈ. എന്ത് ഫീൽ ചെയ്യുന്നു ഇവിടെ വന്നിട്ട്? നമ്മൾ പുതിയ ആളെ പരിചയപ്പെട്ടു, അതന്നെ വലിയൊരു ഫീലിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് പോവാം. ഇതുണ്ട് ശ്മശാനം. അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ദിസ് ഈസ് വാട്ട് ടാങ്ക്. Yes. What tank? ഓ, സേവിങ് വാട്ട് സേവിങ് ടാങ്ക്. മഴവെള്ള സംഭരണമാണ്. And we use gravity from Muifang mountain. Okay. We use a gravity and we pipe it and fill it. അതായത് അപ്പുറത്തുനിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്ന നേരം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് ഇവരെ യൂസിന് എടുക്കുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അടിപൊളി രസമുണ്ട്. ഇവിടെ ഒരു ടവറുണ്ട് കേട്ടോ റേഞ്ചിൻ്റെ. That is Khiat village. Khiat village. Yeah, Khiat village. Khiat. Yes, Khiat means some of Mizo tribe. Oh. Some of Mizo tribe. It means Khiat. Khiat. So the next Sumsu village and next Muifang. Muifang. ഫസ്റ്റ് ഷേങ്ക് വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജ് വരും, പിന്നെ ഒരു വില്ലേജ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ട വില്ലേജ് ഉള്ളത്. അടിപൊളി വ്യൂവും കാര്യങ്ങളുണ്ട്. ടോപ്പിലെത്തി. നേരത്തെ കോടയാണ് ഫുൾ. ഇത് അവിടെയൊക്കെ കാണാൻ പറ്റും. ഫുള്ളിങ്ങനെ കോട ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. ഇവിടുന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓളോ
കുറേ പിള്ളേർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതാ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് കൈ കാണിച്ച പിള്ളേർ കേട്ടോ ഇതൊക്കെ. ഓടിയൊക്കെ വരുന്നുണ്ട്. ഫുട്ബോളാണ് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വില്ലേജിൽ നിന്ന് പോവാട്ടോ. ഇവിടുന്ന് നമ്മൾ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലൊക്കെ കണ്ടില്ലേ. എങ്ങനെയുണ്ടായിരുന്നു മുകളിലൊക്കെ വ്യൂസൊക്കെ നല്ലതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബൈ ബ്രോ. നമ്മളൊക്കെ ഇതാ അത് കഴിഞ്ഞ് അവിടുന്ന് വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫ് റോഡ് പോലത്തെ വഴിയാട്ടോ. മൊത്തം ഓഫ് റോഡല്ല, നല്ല റോഡല്ലേ, പക്ഷേ ഇടുങ്ങിയ ഒരു വണ്ടി ഇങ്ങാണ്ട് ഇതാ. ലാസ്റ്റ് നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ മെയിൻ ഹൈവേ എത്തിയിട്ടുണ്ട്. ഇനി മെയിൻ ഹൈവേ എന്ന് വേണം നമുക്ക് മറ്റേ പ്ലേസിലോട്ട് പോകാൻ. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ട കേട്ടോ, റോഡിൽ മൊത്തം ഇങ്ങനെ കോട ഇങ്ങനെ അടിച്ച് കിടക്കുന്നൊരു കാഴ്ച. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. നമ്മൾ പെട്ടെന്നാണ് കോട ഇവിടെ ഇറങ്ങിയത്, അതുപോലെ തന്നെ പെട്ടെന്നാണ് ഈ കാഴ്ചയും നമുക്ക് വന്നത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് കോട ഇങ്ങനെ അടിച്ച് കിടക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ്, സൂര്യൻ വരെ കോടേൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. സൂര്യൻ വരെ കാണുന്നില്ല. നല്ല ഗോൾഡൻ ഹൗസ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു കാഴ്ചയാണ്. നമ്മളെ കോട ഇങ്ങനെ ഒരു വാട്ടർഫാൾ പോലെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. ആ ദൂരത്ത് നിന്ന് മൊട്ടക്കുന്നില്ലേ, ആ മൊട്ടക്കുന്ന് കയറിയിട്ട് വേണം നമുക്ക് ആ പറഞ്ഞ വില്ലേജിലേക്ക് പോകാൻ. അപ്പോൾ പോവാ കേട്ടോ. അപ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണ് നിൽക്കുക കേട്ടോ. അത് അടിപൊളി ഒരു വ്യൂ പോയിന്റ്. നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കുറേ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരെ വയലും കാര്യങ്ങളൊക്കെ ആട്ടോ. അത് മൊത്തം അതേപോലെ പച്ചപ്പ് നോക്കിയാൽ ഫുള്ള് നല്ല രസമുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലിന് ഇവിടെ നിൽക്കാൻ തന്നെ അടിപൊളി സ്ഥലം. വേറെ കുറേ ആൾക്കാരും പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ മുസഫർ എന്ന് പറഞ്ഞ മുസഫർ എന്തോ ഒരു പേരുണ്ട്, കറക്റ്റ് വായി കിട്ടുന്നില്ല, സ്ഥലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ വന്ന ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു മലയാണ് ആ പേര് പറയുന്നത്. നമ്മൾ ആ വില്ലയിലേക്കാണ് പോകുന്നത്. മിസോറാമിലെ ഒരു ഗ്രാമത്തിലാണ്. ഒന്നാമത് വായി പേര് കൊള്ളുക. ഒരുപാട് ഐറ്റംസ്. ഉരുളക്കിഴങ്ങ് എന്തോ ആക്കിയത്, ഇതെന്തോ ചിക്കൻ എന്തോ ആക്കിയത്. ചിക്കനാണോ ഇത്? ബീഫ്. ഇത് ബീഫ്. ഇതെന്തെന്ന് അറിയാം. ഇതെന്തോ ചീരാണ് സാധനം. ഇത് പരിപ്പ് കറി. പരിപ്പല്ല കേട്ടോ, ചോറ. അതല്ല, ഇത് മുളക് ഉപ്പിലിട്ടത്, സലാഡ്. ചുരുക്കി പറഞ്ഞാൽ ലാവിഷ് ഫുഡ്. ചില്ലറ പൈസ. ഞങ്ങളിന്ന് നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുള്ള ചെക്കനാട്ടോ ഇത്. നോക്കിക്കേ, പൊങ്ങി 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 പോവുക പോകുന്നത്. നോക്കിക്കേ, ഗ്രൗണ്ടിലാണുള്ളത്. നമ്മൾ ഇവിടുന്ന് തീയായിരുന്നു. ഇവിടെയാട്ടോ നമ്മൾ ഹോട്ടൽ കണ്ടപ്പോൾ ഇവിടെ വരാന്താണ് നല്ല സ്പേസുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള കാര്യം നോക്കിയില്ലേ, വീഡിയോ എടുക്കുക. ചെക്കനിങ്ങനെ വന്ന് എനിക്ക് ഈ ഹിന്ദി അറിയില്ലായിരുന്നു. എൻ്റെ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ച് ചോദിപ്പിച്ചിട്ട് നമ്മൾ സംഭവമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിച്ചാട്ടോ. നാളെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും പ്രതീക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായിരിക്കും. തീയൊക്കെ കാര്യം നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്ക് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.